ഏസിന്റെ പുതിയ സക്സസ് സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഈ വർഷത്തെ RRB ക്ലർക്ക് എക്സാം പാസ്സായിട്ടുള്ള അശ്വിനാണ്. അശ്വിൻ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് അശ്വിൻ എന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് അശ്വിൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂരിൽ നിന്ന് MSc കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ 2 കൊല്ലത്തോളമായി ബാങ്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഈ വർഷത്തെ RRB ക്ലർക്ക് ഞാൻ ക്ലിയർ ചെയ്തു. അശ്വിൻ 2 വർഷത്തോളമായി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ എക്സാം ക്ലിയർ ചെയ്ത സമയത്ത് അശ്വിൻ എന്താ തോന്നിയതെന്ന് പറയാമോ? ഭയങ്കര സന്തോഷം തോന്നി. മാത്രമല്ല 2 കൊല്ലത്തോളമായിട്ട് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടാവും. ഇനി വേണമെങ്കിൽ പുതിയ പുതിയ വലിയ വലിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ഒരു ജോലി ഉണ്ടായതുകൊണ്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അതൊരു വലിയ ആശ്വാസമായി. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാരൊക്കെ സന്തോഷമായി. കാരണം 2 കൊല്ലമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ എല്ലാം ജോലിക്ക് നോക്കാതെ ഇതിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ജോലി കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അശ്വിൻ MSc മാത്സ് ആണ് അല്ലേ കഴിഞ്ഞത്? അപ്പം അശ്വിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അശ്വിന് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആൾജിബ്രയൊക്കെ ചെയ്യുന്ന സമയത്ത്, നമ്മൾ സാധാരണ നോർമൽ മെത്തേഡൊക്കെ പകരം അശ്വിൻ ഇങ്ങനെ ഗ്രാഫൊക്കെ വരച്ചിട്ട് വൈൻ്റെ വാല്യൂ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്, അപ്പോൾ ഇതാണ് ആൻസർ. അങ്ങനെ ഒരു ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അശ്വിൻ്റെ ഒരു സ്റ്റഡി പാറ്റേണിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഇവിടെ ഏസിൽ ഇപ്പോൾ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്ഥിരമായിട്ട് ലാബ് യൂസ് ചെയ്യാൻ വരും. അപ്പോൾ എന്നും വന്ന് ലാബ് യൂസ് ചെയ്യും. അപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് അടിക്കും, എന്നിട്ട് അത് അനലൈസ് ചെയ്യും. 1 or 2 മോക്ക് ടെസ്റ്റ് അടിക്കും, എന്നിട്ട് അത് അനലൈസ് ചെയ്യും. എന്നിട്ട് തെറ്റിയ ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യും. എനിക്ക് വേറെ മെത്തേഡുകൾ ഉണ്ടെങ്കിൽ ആ മെത്തേഡിൽ ഒന്നും കൂടെ നോക്കി അത് മനസ്സിലാക്കി പഠിച്ച് വീണ്ടും വേറെ മോക്ക് ടെസ്റ്റ് അടിക്കും. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്ന് ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. അശ്വിന് എന്തുകൊണ്ടാണ് ബാങ്കിങ് ചൂസ് ചെയ്തത്? ഇപ്പോൾ SSC RRB ഒന്നും അല്ലാതെ ബാങ്കിങ് തന്നെ ഫോക്കസ് ചെയ്യാനുള്ള റീസൺ എന്താ? ഇപ്പോൾ ബാങ്കിങ് കരിയർ ചൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് കാരണം ഒന്ന് ജോബ് സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എക്സാം നടത്തി അതിൻ്റെ റിസൾട്ട് വരിക ഫാസ്റ്റാണ്. അതുപോലെ കൃത്യമായിട്ടുണ്ടാവും, വലിയൊരു അൺസർട്ടനിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ കൃത്യമായിട്ട് റിസൾട്ട് വരും. അതുപോലെ തന്നെ അപ്പോയിൻമെൻ്റ് ആണെങ്കിലും അപ്പോൾ തന്നെ പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്ക് ഒരു അഷുറൻസ് ഉണ്ടാവും, നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് എക്സാം ചൂസ് ചെയ്തത്. അശ്വിന് ഇതിന് മുന്നത്തെ എക്സാംസ് എഴുതുന്ന സമയത്ത് അശ്വിന് ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല, ഈ വർഷമാണ് ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ളത്. അപ്പം ഇതിന് മുന്നത്തെ എക്സാംസ് എഴുതുമ്പോൾ അശ്വിന് നിരാശ വന്നിരുന്നു അത് കിട്ടാത്തപ്പോൾ? അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇനിയിപ്പോൾ ഓവർകം ചെയ്തത് കൂടെ ഒന്ന് പറയുമോ? സങ്കടം എന്തായാലും വരും. നമുക്ക് എക്സാം എഴുതി നമ്മൾ ഒരു പ്രിലിംസ് കിട്ടി മെയിൻസ് വരെ പോകുമ്പോൾ നമുക്കൊരു അവസാനം വരെ എത്തിയിട്ട് കിട്ടാതെ വരുമ്പോൾ നമുക്ക് സങ്കടം എന്തായാലും വരും. പിന്നെ നമ്മൾ ഇപ്പോൾ മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ചിലവരൊക്കെ 2-3 കൊല്ലം എടുത്തിട്ടാണ് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളും ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു റിസൾട്ട് വരുമെന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു റിസൾട്ട് വരാനും കാരണമായിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അശ്വിന് ഇപ്പോൾ MSc മാത്സ്, ഇപ്പോൾ ഈ 10th +2 ഡിഗ്രി അതൊക്കെ നല്ല അക്കാഡമിക് റെക്കോർഡ്സ് ഉള്ള ആളാണോ? അതും കൂടി ഒന്ന് പറയാം. 10th അക്കാഡമിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി ഒക്കെ ഒരു ആവറേജ് ആക്കിയത് എൻ്റെ തന്നെയായിരുന്നു. ഭയങ്കര അടിപൊളി എന്ന് പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ മാത്സ് ആയതുകൊണ്ട് ഒരു ചെറിയ അഡ്വാൻറ്റേജ് എന്തായാലും ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം വരാനുള്ള റീസൺ ഇതാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ ഡിഗ്രിയൊക്കെ നല്ല മാർക്ക് ഇല്ലാത്ത കുട്ടികൾ, അക്കാഡമിക്കിൽ അത്ര നല്ല മാർക്ക് ഇല്ലാത്ത കുട്ടികളൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു കൺസേൺ ഉണ്ട്, ഇത് നമുക്ക് ഇതിനെന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളത്. പക്ഷേ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ ബാധിക്കുന്നത് കാരണം ഇത് ചെറിയ ബാങ്കാണെങ്കിൽ വളരെ ചെറിയ സിലബസാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ മാത്സ് ഒക്കെ പെട്ടെന്ന് ചെയ്യുക, റീസണിങ് പെട്ടെന്ന് സോൾവ് ചെയ്യുക, അങ്ങനെയാണിത് ക്രാക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള അറിവുണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക. ഇപ്പോൾ റീസണിങ് ഒക്കെ ആണെങ്കിൽ പസിലൊക്കെ പെട്ടെന്ന് ചെയ്യുക. ഇംഗ്ലീഷ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വൊക്കാബ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച ഇപ്പോൾ മാത്സ് ആണെങ്കിൽ കുറച്ചൊക്കെ മാത്സ് ഇപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റീസ് ഉണ്ടാവും, പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതായത് നമ്മൾ കോളേജിൽ പഠിക്കാനല്ലേ ശരിക്കും നിങ്ങൾ പഠിക്കുന്ന മാത്സ് അല്ല ഇവിടെ ഉള്ളത് അല്ലേ? ഇത് അങ്ങനെ ആർക്കും വേണമെങ്കിൽ പഠിക്കാം. പിന്നെ മാത്സ് എടുത്തവർക്കാണെങ്കിൽ ആ മാത്സിൻ്റെ ടച്ച് ഇപ്പോൾ +2 മറ്റുള്ളവരൊക്കെ +2 കഴിയുമ്പോൾ മാത്സിൻ്റെ ടച്ച് കഴിഞ്ഞിട്ടുണ്ടാവും.
പിന്നെ ഡിഗ്രിക്ക് ചിലപ്പോൾ ചിലർ ഇംഗ്ലീഷൊക്കെ എടുക്കുന്നവർക്ക് അവരെ മാത്സോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ന്യൂമറിക്കൽ എബിലിറ്റീസ് അവർക്ക് ചിലപ്പോൾ ടച്ച് ഇല്ല തന്നെ. പക്ഷേ അത് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് കിട്ടും. അതായത് എനി ഡിഗ്രി എന്നുള്ള ഒരു ക്വാളിഫിക്കേഷന് ഡിഗ്രി മതി അല്ലേ, ബാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞ പോലെ വൊക്കാബുലറി ഇതൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു. വൊക്കാബുലറി ഒക്കെ ഇംഗ്ലീഷിന് കൂട്ടാൻ വേണ്ടിയിട്ട് അശ്വിൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ന്യൂസ് പേപ്പർ വായിച്ചിരുന്നോ? ന്യൂസ് പേപ്പർ അല്ല, നമ്മളിപ്പോൾ ഇന്ദു എഡിറ്റോറിയലിൻ്റെ ഒരു വീഡിയോകളൊക്കെ യൂട്യൂബിലുണ്ടാവും. മാത്രമല്ല പിന്നെ മോക്ക് ടെസ്റ്റ് അടിക്കുമ്പോൾ ഓരോരോ മോക്ക് ടെസ്റ്റിൽ വേറെ വൊക്കാബ്സ് ആവും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓരോ മോക്ക് ടെസ്റ്റ് അടിക്കുമ്പോൾ വൊക്കാബുകൾ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് വൊക്കാബുകൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ നമുക്ക് ഹിന്ദു എഡിറ്റോറിയലിലൊക്കെ ഒരു അനലൈസിങ് വീഡിയോ ഒക്കെ ഉണ്ടാവും, അതിലൊക്കെ വൊക്കാബ്സ് ഉണ്ടാവും, അതൊക്കെ പഠിച്ചാൽ. വൊക്കാബ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? ക്വസ്റ്റ്യൻ പാറ്റേൺ ഇപ്പോൾ കുറേ ടൈം ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, പാറ്റേൺ അറിയാലോ. അപ്പോൾ എന്താ തോന്നിയത്, പാറ്റേൺസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? കുറച്ചൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മീനിങ്സ് ഒക്കെ നമുക്ക് പിന്നെ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് അടിച്ചടിച്ചടിച്ച് വരുമ്പോൾ നമുക്ക് ഏകദേശം മറ്റുള്ളവരുടെ മീനിങ് ഒക്കെ അറിയുമ്പോൾ തന്നെ വൊക്കാബ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ റൂട്ട് വേർഡ്സ് നോക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? റൂട്ട് വേർഡ്സ് നോക്കിയിട്ട് ഇല്ല, ജസ്റ്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെന്ന് കിട്ടിയ ഇതാണ്. വൊക്കാബ്സ് എഴുതി വെക്കുന്നോ, അങ്ങനെ എന്തെങ്കിലും ശീലം ഉണ്ടെന്നോ? ഞാൻ മോക്ക് ടെസ്റ്റ് അടിക്കുമ്പോൾ കിട്ടുന്ന വൊക്കാബ്സ് എഴുതിയേക്കും. പിന്നെ ഇപ്പോൾ ഹിന്ദു എഡിറ്റോറിയലിൽ നിന്നുള്ള യൂട്യൂബ് വീഡിയോസ് കിട്ടുന്ന വൊക്കാബ്സ് എഴുതിയേക്കും. അതൊക്കെ ഒരു ഇതിപ്പോൾ ഡയലി എഴുതി വെച്ചിട്ട് പിന്നെ അത് റിവൈസ് ചെയ്യുമോ? കാരണം നമ്മളിത് എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല, ഇല്ലെങ്കിൽ അത് അങ്ങ് മറന്നു പോകും. ചിലപ്പോൾ നോട്ട്ബുക്ക് നിറയുന്നുണ്ടാവും. അപ്പോൾ റിവൈസ് ചെയ്യുമോ അതോ? ഡെയിലി റിവൈസ് ചെയ്യും. നമുക്കിപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ വേർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ബുക്ക് മറിച്ച് നോക്കുമ്പോൾ ആ വേർഡ് കിട്ടും, വീണ്ടും മീനിങ് കിട്ടും. അങ്ങനെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തിട്ടാണ് അത് കിട്ടുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ റീസണിങ്, ഇപ്പം നമ്മളിപ്പം SSCയുടെ റീസണിങ് എടുക്കുകയാണെങ്കിലും റെയിൽവേയുടെ റീസണിങ് എടുക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ റീസണിങ് കുറച്ചൊരു ഹൈ ലെവലാണ്. അത് നിങ്ങളുടെ ആ ടൈം ലിമിറ്റിനകത്ത് തന്നെ ചെയ്ത് തീർക്കണം. റീസണിങ് എങ്ങനെയാണ് ഒരു പസിലൊക്കെ ഒന്ന് സോൾവ് ചെയ്തേക്കുന്നതെന്ന് പറയും, ഫാസ്റ്റ് ആക്കിയത്? അത് ഇപ്പോൾ മോക്ക് ടെസ്റ്റ് അടിച്ചത് തന്നെയാണ് നമുക്ക് പസിലൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയുക. കാരണം നമുക്ക് ഓരോ പസിലും ഓരോ രീതിക്കാണ് ചെയ്യുക. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എളുപ്പമുള്ള പസിലുണ്ടാവും. ചില രീതികളിൽ ഇപ്പോൾ മന്തിൻ്റെ പസിലൊക്കെ ഉണ്ടാവും. ആ മന്തിൻ്റെ പസിൽ ചിലവർക്ക് നല്ല എളുപ്പമാകും. അപ്പോൾ ആദ്യം അത് തന്നെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ മറ്റു പസിലൊക്കെ പെട്ടെന്ന് ചെയ്യും. പിന്നെ എക്സ്പീരിയൻസും അതുപോലെ ഈ മോക്ക് ടെസ്റ്റ് അടിക്കുന്നത് തന്നെയാണ് പസിൽ സോൾവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ. അശ്വിന് ഏറ്റവും ഇപ്പോൾ മാത്സ് ഒരിക്കലും അശ്വിന് ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല നമുക്കറിയാം. വീക്കായിട്ട് അല്ലെങ്കിൽ അശ്വിന് ഈ സെക്ഷൻ എനിക്ക് കുറച്ച് വീക്കാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, അതിന് അശ്വിന് അത് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു കുറച്ച് വീക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ വൊക്കാബ്സ് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടും പിന്നെ എറർ സ്പോട്ടിങ് ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ ക്ലാസ് കിട്ടിയപ്പോൾ തന്നെ ഒരു ബേസിക് കിട്ടി. പിന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വൊക്കാബ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്കില്ല്, അതായത് ചിലപ്പം ഗ്രാമർ പോർഷൻസ്, വൊക്കാബുലറി ഇതൊക്കെ ഇമ്പ്രൂവ് ആവും. ചില ആൾക്കാർക്ക് ഒരുപാട് നമ്മുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ക്വിക്കായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, കാരണം നമ്മൾ ചെറിയ ടൈമിലാണ് ഇത് ചെയ്ത് തീർക്കുന്നത്. അങ്ങനെ ഒരുപാട് നമ്മൾ അറിയാത്ത കുറേ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ആവുന്നുണ്ട്. അശ്വിന് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറയൂ, എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പഴയ ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന അശ്വിനും ഇപ്പം ഒന്ന് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ആദ്യമായിട്ടൊക്കെ എക്സാമിന് പോകുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാം എഴുതി വരുമ്പോൾ നമുക്ക് ആ ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ചെയ്യുന്ന പോലെയുള്ള സ്പീഡ് എന്തായാലും നമുക്ക് എക്സാം ഹാളിൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ പ്രഷറിലും ആ ഒരു മൊത്തത്തിലുള്ളൊരു എൻവയോൺമെൻറ്റിലും അറ്റ്മോസ്ഫിയറിലും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ എഴുതി നമുക്ക് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. മാത്രമല്ല ഇപ്പോൾ ഇംഗ്ലീഷ് വൊക്കാബ് ഇമ്പ്രൂവ് ആവും. മാത്രമല്ല പിന്നെ ക്വിക്കായിട്ടുള്ള റീസണിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ക്വിക്കായിട്ടുള്ള തിങ്കിങ് ഒക്കെ കിട്ടും. അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അശ്വിൻ്റെ ഈ ഒരു ജേണിയിൽ എയ്സ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ ഇപ്പം ബാങ്കിൻ്റെ എക്സാംസിൻ്റെ ബേസിക് തുടങ്ങുന്നത് ഈ എയ്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടിയുള്ള ബേസിക്സ് ഒക്കെ ഇവിടുന്ന് നന്നായിട്ട് കിട്ടി.
മാത്രമല്ല ഇവിടുത്തെ ലാബ് ഫെസിലിറ്റി ഭയങ്കര ഉപകാരപ്രദമായി. കാരണം ഇവിടെ വന്ന് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഓരോ ഫ്രണ്ട്സിനും ഓരോരുത്തർക്കും ഓരോ ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടും, നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ആവുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് ഈ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രഷർ കുറയ്ക്കാൻ ഈ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലാബ് ഫെസിലിറ്റീസ് അശ്വിൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ പുതിയൊരാൾ ബാങ്കിങ് ചൂസ് ചെയ്യുകയാണ്, അങ്ങനെയെങ്കിൽ നമ്മുടെ ലാബ് ഫെസിലിറ്റീസ് എത്രത്തോളം അയാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അശ്വിന് തോന്നുന്നത്? ഇപ്പോൾ ബാങ്ക് എക്സാംസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലാബ് ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നതോടുകൂടി ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് മോക്ക് ടെസ്റ്റ് അടിക്കാനും അതുപോലെ തന്നെ ആ ഇപ്പോൾ കമ്പ്യൂട്ടറിലെ ഇൻ്റർഫേസൊക്കെ എന്താ ഒരു എക്സാമിൻ്റെ അതേ എക്സ്പീരിയൻസ് ചെയ്യാനും സഹായിക്കും. മാത്രമല്ല സ്ഥിരമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് അടിക്കുന്നതുകൊണ്ട് കൂടി നമുക്കിപ്പോൾ ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് അടിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും ഏത് ക്വസ്റ്റ്യനാണ് എത്ര ടൈം കൊടുക്കേണ്ടത്, ഏത് ക്വസ്റ്റ്യന് കുറച്ച് ടൈം കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് നല്ല സ്കോർ നേടാനും കഴിയുക. അതുകൊണ്ട് നമുക്ക് ഈ ലാബ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ നമുക്ക് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. ഇനി പുതിയ വരുന്ന കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്പെടും. അതായത് ടൈം മാനേജ്മെൻറ്റ് നമ്മൾ റിയൽ എക്സാം എഴുതുന്ന അതേപോലെ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. അപ്പോൾ അതിനകത്ത് എത്ര ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമോ അതനുസരിച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ് ആക്കി നല്ല രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞു ടൈം മാനേജ്മെൻ്റ് ആണ് ബാങ്ക് എക്സാം എന്ന് പറഞ്ഞു. ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയുമോ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ ബാങ്ക് എക്സാംസ് ആണെങ്കിൽ നമ്മൾ പ്രിലിംസിൽ റീസണിങ് എബിലിറ്റി ഉണ്ടാവും, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ടാവും. പിന്നെ മെയിൻസിലേക്ക് പോകുമ്പോൾ എല്ലാ എക്സാമിലും മെയിൻസിൽ ഈ ഇംഗ്ലീഷ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒപ്പം ബാങ്കിങ് അവയർനെസ്സും അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സും ഉള്ള ഒരു സെക്ഷനും കൂടെ ഉണ്ടാവും. മാത്രമല്ല ഇപ്പോൾ POs ആണെങ്കിൽ ഈ മാനേജർ പോസ്റ്റിലേക്കുള്ള എക്സാം ആണെങ്കിൽ അതിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും കൂടെ അതിലൊപ്പം ഉണ്ടാവും. ഇതിനകത്ത് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് അല്ലേ? അതല്ലേ ബാങ്കിങ്ങിന് മാത്രമേ ഉള്ളൂ അത്. ഇപ്പം നമുക്ക് SSC ആണെങ്കിലും RRB ആണെങ്കിലും ഒന്നും അതിനകത്ത് സെക്ഷണൽ ടൈമിംഗ് വരുന്നില്ല. അതാണ് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് അല്ലേ? അശ്വിൻ്റെ ഈ ഒരു ജേണിയിൽ അശ്വിനെ ആരൊക്കെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്? അശ്വിന് ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളതെന്ന് പറയും? ഇപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തേക്കും കോളേജിലത്തെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ACയിലെ എല്ലാ ഫാക്കൽറ്റീസും നമുക്കിപ്പോൾ മിസ്സാണെങ്കിലും ലാബ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സുകളുണ്ട്, നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ പേര് നമ്മളതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും വളരെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, പുതുതായിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ബാങ്കിങ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അശ്വിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് ഒരുപാട് കോൾസും എൻക്വയറീസും ഒക്കെ വരുന്നുണ്ട്. കുറേ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. പുതുതായി വരുന്ന കുട്ടികളോട് അശ്വിൻ എന്താണ് പറയാനുള്ളത്, എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? ആദ്യം തന്നെ പറയാനുള്ളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം സ്ഥിരമായിട്ട് മോക്ക് ടെസ്റ്റ് അടിക്കുക, അത് അനലൈസ് ചെയ്യുക. പിന്നെ ഒരു 2 എക്സാംസ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അത് വിഷമിച്ചിരിക്കാതെ അതിൽ ചെയ്ത മിസ്റ്റേക്സ് എന്താ കണ്ടുപിടിച്ചിട്ട് വീണ്ടും അത് റെക്ടിഫൈ ചെയ്തിട്ട് വീണ്ടും അടുത്ത എക്സാംസ് ചെയ്താൽ എഫേർട്ട് ഇടുന്ന എന്തായാലും നമുക്കൊരു എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്കൊരു പേഷ്യൻസ് വേണം അല്ലേ? പേഷ്യൻസ് വേണം. പിന്നെ ഓരോരുത്തരുടെയും സ്കില്ല് അല്ലെങ്കിൽ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആവും. ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ട് തന്നെ ക്രാക്ക് ചെയ്യും, ചിലപ്പോൾ ഒരാൾക്ക് 1-2 കൊല്ലം എടുത്തിട്ടാവും ചിലപ്പോൾ ക്രാക്ക് ചെയ്യുക. അത് ഓരോരുത്തരുടെ സ്കിൽ ലെവലാണ്. നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, വെയിറ്റ് ചെയ്യുക അല്ലേ? അശ്വിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, അശ്വിൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത് വെറുതെ പറയുന്നതല്ല, നമ്മൾ ഒരുപാട് കുട്ടികളെ കാണുന്നുണ്ട്. ഓരോ കുട്ടികളെ നമുക്ക് അവരുടെ ഒരു സ്കിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു മാത്സിനകത്തൊന്നും ഒരു എഫേർട്ടും അശ്വിൻ ഇടേണ്ടി വന്നിട്ടില്ല. കാരണം പക്ക സ്ട്രോങ് ആയിരുന്നു മാത്സ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അശ്വിൻ ഫസ്റ്റായിട്ട് ചെയ്യുന്ന പോലെ തന്നെ, ചിലതൊക്കെ X ഉം Y ഒക്കെ ഗ്രാഫൊക്കെ വരച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിനകത്താവും കുറച്ചുകൂടെയൊക്കെ എഫേർട്ട് ഇടേണ്ടി വന്നു, അശ്വിൻ എന്നെ പറഞ്ഞത്. അശ്വിൻ MSc മാത്സ് ആണ്, ഇപ്പോൾ ക്ലറിക്കൽ ലെവലാണ് എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് എക്സാംസ് അശ്വിൻ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ്, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന്. അപ്പോൾ ഇത്രയും ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് അശ്വിന് വലിയൊരു നന്ദി പറയുന്നുണ്ട്. താങ്ക് യു.